ഇനി എന്താണ് ഈ കഴുത്ത് വേദന? കഴുത്ത് വേദന എന്ന് പറയുമ്പോൾ എവിടെയാണ് നമുക്ക് ഈ വേദന ഫീൽ ചെയ്യുന്നത്? പ്രധാനമായിട്ടും കഴുത്തിൻ്റെ പുറകിൽ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ ആയിരിക്കും പൊതുവേ ആൾക്കാർ പറയുക. ഈ വേദനയോടൊപ്പം തന്നെ പലർക്കും ഈ ഭാഗത്തൊരു സ്റ്റിഫ്നെസ് അഥവാ ഒരു മുറുക്കം പോലെയും ഇവിടെ ഒരു നീര് കെട്ടിക്കിടക്കുന്ന പോലെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു കല്ലിച്ച് കിടക്കുന്ന പോലെയും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇനി അതൊരു ചെറിയ ശതമാനമെങ്കിലും ഒരു തരിപ്പ് കൂടെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ വേദന ഇവിടെ നിന്ന് താഴേക്ക് കയ്യിലേക്ക് ഇറങ്ങുന്നതായിട്ട് സെർവിക്കൽ റാഡിക്കുലോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാറുണ്ട്. ആയുർവേദത്തിൽ നമുക്കതിനെ വിശ്വാജിയായിട്ടും പല കണ്ടീഷൻസായിട്ടൊക്കെ നമ്മൾ കോറിലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. ആൻഡ് ഇൻ വെരി സിവിയർ കേസസ്, അതായത് പാരാലിസിസ് പോലെ കൈക്ക് ബലമില്ലാത്തൊരവസ്ഥ, എന്തെങ്കിലും ഒരു വസ്തു അവർ എടുക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വീണു പോകുന്നത് പോലത്തെ അത്രയും കൈക്കൊരു സ്ട്രെങ്ത്, ആ ഒരു മസിൽ സ്ട്രെങ്ത് കുറയുന്ന അവസ്ഥ വരെ ഇതിൻ്റെ ഏറ്റവും പരമാവധി കേസുകളിൽ നമുക്ക് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ കേസസ് ഇവിടെ കൂടുന്നത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഇതൊരു ഒക്കുപ്പേഷൻ റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ IT-ക്കാർ, നമ്മുടെ സിസ്റ്റം ഏറ്റവും അധികം കൂടുതൽ നേരം യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ. ബട്ട് എല്ലാവർക്കും ഇത് വരുമോ? നോ. കാരണം ഒട്ടുമിക്ക IT-ക്കാർ മാത്രമല്ല, മിക്ക തൊഴിൽ മേഖലകളിലും സിസ്റ്റം രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂസ് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ വരുന്നത്? ബിക്കോസ് അവരുടെ പൊസിഷനിലെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കൂടുതലും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ IT-ക്കാരിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ IT-ക്കാർ, ഈ വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ആൾക്കാർ മിക്കവാറും ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാതെ എപ്പോഴും കിടന്നും, കട്ടിലിൽ കിടന്നും, സോഫയിൽ കിടന്നും ഒക്കെ അവർ ലാപ്ടോപ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ഒരു വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഒരു പൊസിഷനിങ് കറക്റ്റ് ആയിരിക്കത്തില്ല. അവർ കുറച്ച് മുന്നോട്ട് കഴുത്താഞ്ഞിട്ട് അല്ലെങ്കിൽ നടു വളഞ്ഞിട്ട് അപ്പോഴത്തെ ഒരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും അതായിരിക്കും ചെയ്യുന്നത്. ഇത് IT-ക്കാർ ഈ കിടക്കുന്നതിൽ മാത്രമല്ല കേട്ടോ, ഇതല്ലാതെ നമ്മൾ റെഗുലർലി വീട്ടിലിരുന്ന് TV കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ കഴുത്ത് നമ്മൾ സോഫയിൽ കിടക്കുമ്പോൾ വെക്കുന്ന പൊസിഷനൊന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. അത് ആ സമയം ആ വേദന അറിയില്ലെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു പിടുത്തമോ എന്തെങ്കിലും വന്ന് ഫീൽ ചെയ്യുന്നതായിരിക്കും.